ഇവളെങ്ങാനും എക്സാം എഴുതി ഫെയിലായാലോ. അങ്ങനെ എൻ്റെ മിസ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു, ഇവളെ എക്സാം എഴുതിക്കണോ, അടുത്ത വർഷം എഴുതിച്ചാൽ മതിയോ? സത്യമായിട്ടുള്ള കാര്യമാണ്, ഞാൻ ചുമ്മാ പറയല്ല കേട്ടോ. അപ്പോൾ എന്നെ ഒരു അടുത്ത് മാത്സ് ട്യൂഷനും ഉണ്ടാക്കി. കാരണം ഈ 1 ഡിജിറ്റ് നമ്പറിൽ പോലും ഏറ്റവും മാർക്ക് കുറവ് എനിക്ക് മാത്സിനായിരുന്നു. അപ്പോൾ എന്നെ മാത്സ് ട്യൂഷനും ഉണ്ടാക്കുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പം എനിക്ക് ഒട്ടും താല്പര്യമില്ല പോകാൻ. കാരണം ഒരു സീരിയസ്നെസ് ഇല്ലാത്ത ഒരാളാണ്. ഇങ്ങനെ ഓടിച്ചാടി നടക്കുക. ഒരു പ്രോഗ്രാം വന്നാലും ഇപ്പോൾ സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതേന്നും പറഞ്ഞ് നടക്കുക. അത് 2 ദിവസം ലീവ് എടുക്കുക വയ്യാതെ. ആർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ പ്രോഗ്രാമിന് പങ്കെടുത്തില്ലെങ്കിലും ക്ലാസ്സിൽ കയറാൻ നടക്കുക. അങ്ങനെ ഒരാളാണ് ഞാൻ. ഇപ്പോഴും അങ്ങനെ ചാടി ഓടി തന്നെ നടക്കും. വലിയ സീരിയസ്നെസ് ജീവിതത്തിലൊന്നും കാണിക്കുന്നില്ലെന്നാണ് പേരൻസ് പറയുന്നത്. ടീച്ചറുടെ അടുത്ത് കൊണ്ടാക്കുന്നു. ആ മിസ് എന്നെ പഠിപ്പിച്ച ഒരു രീതിയുണ്ട്. എനിക്കറിയാവുന്ന ഒരു പ്രോബ്ലം, ആകെ എനിക്കറിയാവുന്ന ഒരു മെത്തേഡേ ഉണ്ടായിരുന്നു കാണത്തുള്ളെന്ന്, അത് തന്നെ കുറേ പ്രോബ്ലംസ് തരുന്നു. അടുത്തിരിക്കുന്ന പിള്ളേരുടെ അടുത്ത് എല്ലാം അത് കണ്ട ഇവിടെ നല്ലപോലെ പഠിക്കും, ലക്ഷ്മി നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യും. അങ്ങനെ നമ്മളൊരുമാതിരി മോട്ടിവേറ്റ് ചെയ്യും. നമ്മൾ ഏതാണ്ടൊക്കെ ആണെന്നങ്ങ് നമ്മളെ തന്നെ അങ്ങ് ധരിപ്പിച്ച്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട്